2020 NDA സഖ്യത്തിൽ ചേരുന്നതിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു. കൂടുതൽ പേർ പാർട്ടി വിടാൻ സാധ്യതയുണ്ട്. 2020 BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറി എന്നാണ് പാർട്ടി വിട്ട നേതാക്കളുടെ ആരോപണം. കൂടിയാലോചനകളില്ലാതെയാണ് 2020 NDA സഖ്യത്തിൽ ലയിച്ചതെന്ന് വിമർശിച്ചാണ് മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിട്ടത്. 2020 BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയെന്നും ജനങ്ങളെ വഞ്ചിച്ചെന്നും പാർട്ടി വിട്ട നേതാക്കൾ ആരോപിച്ചു. അതേസമയം ലോയൽറ്റി കാർഡിന്റെ പേരിൽ നടത്തിയ സർവേ BJP പ്രവേശനത്തിനുള്ള മുന്നൊരുക്കമായിരുന്നെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡ് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളാണ്. അപ്പോൾ ശരിക്കും ജനവഞ്ചന തന്നെയല്ലേ അത്? നമുക്ക് ആർക്കും തിരിച്ചൊരു കാര്യം ചോദിക്കാനോ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ. സാബു എം ജേക്കബിന്റെ കച്ചവട താല്പര്യമാണ് 2020 NDA ക്യാമ്പിൽ എത്തിച്ചതെന്ന് CPM നേതാക്കൾ. ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നു പറഞ്ഞ് കാണിച്ചു തരാൻ ഒരു വികസന പ്രവർത്തനം 2020ക്ക് സാധിക്കുമെങ്കിൽ അവർ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് 2020യുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ്. NDAയുടെ ഭാഗമായി 2020 പൂർണ്ണമായി മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസും NDAയും കൂടിയാണ്. പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ 2020 വിടുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, കൊച്ചി.